ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1991 വർഷത്തിൽ വിഷു സീസണിന്റെ കൂടെ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജനപ്രീതിയും കലാമൂല്യവും ഒരേപോലെ നേടിയെടുത്ത ഒരുപിടി മികച്ച ചിത്രങ്ങൾ റിലീസ് ചെയ്ത മാസമായിരുന്നു 91 ഏപ്രിൽ. ഈ കാലയളവിൽ 6 ചിത്രങ്ങൾ വിഷു സീസണോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത്. ഒരു ചിത്രം മാത്രമാണ് വിഷുവിന് ശേഷം റിലീസ് ചെയ്തത്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മികച്ച ചിത്രങ്ങൾ അണിനിരന്ന 91 വിഷുക്കാലത്ത് ഏതൊക്കെ ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയെന്ന് നമുക്ക് നോക്കാം. 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 11 തീയതി തിയേറ്ററുകളിലെത്തിയ വിഷ്ണു ലോകം. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ടി.എ. റസാഖ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ സർക്കസുകാരനായ ശങ്കുണ്ണി എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ശാന്തികൃഷ്ണ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഉർവശിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. മുരളി, നെടുമുടി വേണു, ഒടുവിലിനികൃഷ്ണൻ, ജഗദീഷ്, ബാലൻ കെ നായർ, മണിയമ്പിള്ള രാജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ മികച്ച ഇനീഷ്യൽ കളക്ഷൻ നേടിയെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയുടെ അഭാവം മൂലം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ വിഷ്ണു ലോകം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ചു. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മികവേകി. സൂര്യോദയ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് കുമാറും സനൽകുമാറുമായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 തീയതി തിയേറ്ററുകളിലെത്തിയ ഫാസിലിന്റെ എന്റെ സൂര്യപുത്രിക്ക്. അമല ആദ്യമായി മലയാള സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. കുടുംബ ബന്ധങ്ങൾ, സെന്റിമെന്റ്സിന്റെ മേമ്പൊടിയിൽ ഫാസിലിന്റെ മാസ്മരിക സംവിധാനത്തിലൊരുക്കിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. സുരേഷ് ഗോപി നായകവേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ശ്രീവിദ്യയും വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സ്വർഗചിത്രം നിർമ്മിച്ച ഈ ചിത്രത്തിൽ എം.ജി. സോമൻ, ഭീമൻ രഘു, ടി.എസ്. രാഘവേന്ദ്ര, പ്രതാപചന്ദ്രൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ പ്രമുഖ കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനോടടുത്ത് പ്രദർശിപ്പിച്ച ഈ ചിത്രം ഇളയരാജയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 തീയതി തന്നെ തിയേറ്ററുകളിലെത്തിയ ജയറാം നായകനായ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി. ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ചന്ദ്രകടി പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ജയറാം മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തിലകനും മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുനിതയായിരുന്നു നായിക. ബാബു നമ്പൂതിരി, ജഗതി ശ്രീകുമാർ, KPS ലളിത, ഒടുവിലിനികൃഷ്ണൻ, ജഗദീഷ്, വിജയരാഘവൻ, ജനാർദ്ദനൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം മികച്ച നിരൂപക ശ്രദ്ധ നേടിയെടുത്തു. രഞ്ജിത്ത് കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം സംവിധായകൻ ഹരിദാസിന് മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയെടുത്തിരുന്നു. സാമ്പത്തികമായി വലിയ വിജയം നേടാൻ കഴിയാതെ പോയ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി പിൽക്കാലത്ത് കൾട്ട് ക്ലാസിക്കായി മാറിയ ജയറാം ചിത്രമായിരുന്നു. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 തീയതി തിയേറ്ററുകളിലെത്തിയ തുടർക്കഥ. സായി കുമാർ നായകനായി എത്തിയ ഈ ചിത്രം ഡെന്നിസ് ജോസഫ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. തമ്പി കണ്ണന്താനത്തിന്റെ ഷാരോൺ പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രം ഒരു റൊമാന്റിക് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അടങ്ങിയ തുടർക്കഥ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായി മാറി തുടർക്കഥ. ശ്രീനിവാസൻ തരക്കേടില്ലാത്തൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മാധുവായിരുന്നു നായിക. രാജൻ പി ദേവ്, ദേവൻ, ജഗതി ശ്രീകുമാർ, പ്രതാപചന്ദ്രൻ, വിജയരാഘവൻ, സുകുമാരി, ബോബി കൊട്ടാരക്കര തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് സായി കുമാറിനും ഡെന്നിസ് ജോസഫിനും ഏറെ നിരാശയായിരുന്നു അക്കാലത്ത് സമ്മാനിച്ചത്. SP വെങ്കടേഷിന്റെ സംഗീതത്തിലൊരുങ്ങിയ 5 ഗാനങ്ങളും 91 ചാർട്ട് ബസ്റ്റേഴ്സ് ആയിരുന്നു.
തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷു റിലീസായി തന്നെ തിയേറ്ററുകളിലെത്തിയ ആമിന ടൈലേഴ്സ്. ഏപ്രിൽ 12 തന്നെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു കോമഡി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. പാർവതി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം സാജനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മണി ഷൊർണൂർ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ അശോകൻ, ഇന്നസെന്റ്, ജഗദീഷ്, മാമുക്കോയ, കുതിരവട്ടം പപ്പു, രാജൻ പി ദേവ്, ഫിലോമിന, ശങ്കരാടി തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. തരക്കേടില്ലാത്ത കോമഡി ചിത്രം എന്ന പേര് നേടിയെങ്കിലും നിരവധി വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ ആമിന ടൈലേഴ്സ് ബോക്സ് ഓഫീസിൽ കാര്യമായ പ്രകടനം കാഴ്ചവെച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ആമിന ടൈലേഴ്സ്. ഷൈനി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രഘുകുമാർ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ നാട്ടുവിശേഷം. മുകേഷ് നായകനായി എത്തിയ ഈ ചിത്രത്തിൽ സിദ്ദിഖും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഏറ്റുമാനൂർ ശിവകുമാർ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം പോൾ ഞാറക്കലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അശ്വതി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു നാട്ടുവിശേഷം. വിജയരാഘവൻ, ജനാർദ്ദനൻ, ശ്രീരാമൻ, പ്രതാപചന്ദ്രൻ, അജിത് ചന്ദ്രൻ, പൂജപ്പുര രവി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ തമിഴ് നടി പല്ലവിയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. വിഷു ചിത്രങ്ങളിൽ ആദ്യം തിയേറ്റർ വിട്ട ചിത്രമായിരുന്നു നാട്ടുവിശേഷം. മുകേഷിന് കാര്യമായി യാതൊരു നേട്ടവും സമ്മാനിക്കാതെ പോയ ഈ ചിത്രത്തിന്റെ സംഗീതം AJ ജോസഫ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. തൊണ്ണൂറ്റൊന്ന് ഏപ്രിലിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 26 തിയേറ്ററുകളിലെത്തിയ ഇൻസ്പെക്ടർ ബൽറാം. ആവനാഴി എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം IV ശശിയായിരുന്നു നിർവഹിച്ചത്. മമ്മൂട്ടി ഇൻസ്പെക്ടർ ബൽറാമായി അരങ്ങ് തകർത്ത ഈ ചിത്രം ഗംഭീര ഇനീഷ്യലായിരുന്നു നേടിയിരുന്നത്. T ദാമോദരൻ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഇൻസ്പെക്ടർ ബൽറാം മികച്ചൊരു ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരുടെയും ന്യൂട്രൽ ഓഡിയൻസിന്റെയും ഒരേപോലെ പ്രശംസ നേടിയെടുത്ത ഈ ചിത്രം ഗംഭീര കളക്ഷനായിരുന്നു നേടിയിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം. മുരളിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് നടൻ കിരൺ കുമാർ ആയിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. MG സോമൻ, മഞ്ജുള വിജയകുമാർ, MS തൃപ്പൂണിത്തറ, ജഗദീഷ്, ശ്രീരാമൻ, ജോണി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. അക്കാലത്ത് രണ്ടാം ഭാഗം ഇറങ്ങുന്ന ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിക്കില്ല എന്ന മിഥ്യാധാരണ തിരുത്തിക്കുറിച്ച ചിത്രം കൂടിയായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം. ആകെ സമ്മറി നോക്കുമ്പോൾ 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ 7 ചിത്രങ്ങളിൽ 2 ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ചു, 1 ചിത്രം ആവറേജ് വിജയം നേടി, 4 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. എന്റെ സൂര്യപുത്രിക്ക് വിഷു വിന്നറായി മാറിയപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം സൂപ്പർ സ്റ്റാറ്റസ് നേടിയെടുത്തു. ഇത്രയുമാണ് 91 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ.